ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തന്തൂരി ചിക്കനാണ്. അപ്പോൾ ഈ തന്തൂരി ചിക്കൻ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് എയർ ഫ്രയറിലാണ്. അപ്പോൾ ഇതിന് കുറച്ച് ദിവസം മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തവയിൽ എങ്ങനെയാണ് തന്തൂരി ചിക്കൻ ഉണ്ടാക്കുകയെന്ന്. ആ വീഡിയോ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് വീഡിയോൻ്റെ മുമ്പിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ എയർ ഫ്രയറിൽ എങ്ങനെയാണ് തന്തൂരി ചിക്കൻ ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഞാനിവിടെ 3 ലെഗാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ. ഇത് വലിയ രീതിയിൽ വലിയ കഷ്ണാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ടുള്ള ലെഗാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. അതിൽ ഡീപ്പായിട്ട് വരഞ്ഞു കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നല്ല കട്ടിയിൽ വരഞ്ഞിട്ട് അടിയിലുള്ള ബോണിന് ഈ ഒരു നൈഫ് ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കിത് വരഞ്ഞു കൊടുക്കണം. എല്ലാ ഭാഗവും നന്നായിട്ട് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നന്നായിട്ട് മസാല പിടിക്കും. അല്ലെങ്കിൽ ഇതിൽ മസാല നന്നായിട്ട് പിടിക്കില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇതുപോലെ വരഞ്ഞു കൊടുക്കണം. ഇത്രയും നന്നായിട്ട് വരഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ മസാല അതിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതിൽ ഈ ഒരു തന്തൂരി ചിക്കൻ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൽ നമുക്ക് ഓരോ ബൈറ്റിലും അതിൻ്റെ മസാല ഉണ്ടാവും. അത്രയ്ക്ക് നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ 3 പീസും ഞാൻ ഇതുപോലെ നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 100 ഗ്രാം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 15 മുതൽ 20 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അത് വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഇങ്ങനെ 15 എടുത്താൽ മതി. ഇത് ചെറുതായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു 20 എടുത്തിട്ടുള്ളത്. ഒരു 10 എടുത്താൽ മതി വലുതാണെങ്കിൽ. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂണ് ചില്ലി പൗഡർ ചേർക്കാം. ഇത് നല്ല എരിവുള്ള ചില്ലി പൗഡറാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കത് 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. അത് നല്ല കളറും കിട്ടും, കുറച്ച് എരിവും ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലയും ചേർക്കാം. ഉള്ളിയെല്ലാം ചേർത്തിട്ടുള്ള മസാല മാത്രമല്ല, ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. എന്നിട്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു 2 ടീസ്പൂണ് കോൺഫ്ലോർ ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനിഗർ ചേർക്കാം. വിനിഗർ നിങ്ങൾക്ക് ചേർക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കളറെല്ലാം കിട്ടിയിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ചേർത്തുകൊണ്ടാണ് ഇത്രയധികം കളറ്. ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് ഒരു കളറും ചേർത്തിട്ടില്ല. ഇനി നമുക്കിത് ഈ മസാല നമ്മൾ നേരത്തെ വരഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇതിൻ്റെ എല്ലാ വരയിലേക്കും എല്ലാം നമ്മൾ ഈ മസാല ഇറക്കി അത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എല്ലാ പീസും നന്നായിട്ട് പുരട്ടി വെക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ പുരട്ടി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെറുതെ ഇങ്ങനെ സ്പൂൺ കൊണ്ടൊന്നും പുരട്ടി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടൂല. ഇതിൻ്റെ ഓരോ വരയിലും നമ്മൾ ഈ മസാല പുരട്ടി കൊടുക്കുമ്പോൾ ഈ ചിക്കൻ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഓരോ ബൈറ്റിലും ഇതിൻ്റെ നല്ല മസാലയുടെ രുചി ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ പീസും ഇതുപോലെ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രീസറിൽ ഒരിക്കലും വെക്കാൻ പാടില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 4 മണിക്കൂർ നേരത്തേക്ക് നമ്മളിത് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റണം. 4 മണിക്കൂർ ഏകദേശം ആവുന്ന സമയത്ത് നമുക്ക് എയർ ഫ്രയർ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ 4 മണിക്കൂർ ഏകദേശം ആവാനായിട്ടുണ്ട്. ഇനി നമുക്കിത് എയർ ഫ്രയർ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് നേരത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഈ 2 ട്രേ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ 2 ട്രേയിലും കൂടി ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ട്രേയും കൂടി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് നേരത്തേക്ക്. ഇപ്പോൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് നേരത്തേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ട്രേയിലേക്ക് ചിക്കൻ നിരത്തി വെക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ട്രേ എടുത്തിട്ട് അതിൽ നമുക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഒലിവ് ഓയിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സാധാരണ ഓയിലാണെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒലിവ് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഈ ചിക്കൻ നിരത്തി വെക്കാം. ഞാനിപ്പോൾ ഇത് 2 പീസാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. ഇതേപോലെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം ഞാനൊരു ട്രേ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് എയർ ഫ്രയർ ഇതുപോലെ നന്നായിട്ട്
ചെയ്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അടുത്തതിലേക്ക് ഒറ്റയൊന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ 3 പീസാണല്ലോ ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു പീസ് നമുക്കിതുപോലെ വെച്ചിട്ട് അതും എയർ ഫ്രയറിലേക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് നേരത്തേക്ക് 2 ട്രേയും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് 200 ഡിഗ്രി സെൽഷ്യസിലാണ് ആദ്യം തന്നെ നമ്മളിപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചത്. അതേ ഒരു ഹീറ്റ് തന്നെയാണ് നമ്മൾ ഇപ്പോൾ എയർ ഫ്രയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 200 ഡിഗ്രിയിൽ 15 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് സെറ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ മേലെ ഒട്ടും ഓയിൽ ചേർക്കുന്നില്ല. ആകെ നമ്മളിതിൻ്റെ താഴെ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ചിക്കൻ്റെ അകത്ത് തന്നെയുള്ള ഓയിൽ ആണ് നമ്മളിപ്പോൾ ആദ്യം ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ മേലത്തെ ഭാഗത്ത് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ ഓയിലൊന്നും ഇതിൻ്റെ അകത്ത് പിടിച്ച് നിൽക്കുകയൊന്നുമില്ല. എല്ലാം നമ്മൾ ഇതിൻ്റെ അടിയിലുള്ള നെറ്റിലേക്ക് വന്നിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിത് ഒന്നുകൂടി എയർ ഫ്രയറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത ട്രേയും എടുക്കുക. അതും ഇതുപോലെ തന്നെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മേലെ. എന്നിട്ട് തിരിച്ചിട്ടിട്ട് അതും ഇതുപോലെ തന്നെ നമുക്ക് എയർ ഫ്രയറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ എടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്കിത് ഒന്ന് മറച്ചിട്ടിട്ട് അടുത്ത ഭാഗം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ല ചൂടുണ്ടാവും. അപ്പോൾ നമ്മളിത് തിരിച്ചു മറിച്ച് വിടുന്ന സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കൈ പൊള്ളും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്കിത് വീണ്ടും ഒരു 15 മിനിറ്റ് നേരത്തേക്ക് 200 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 ഭാഗവും നമ്മൾ 15 മിനിറ്റ് വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതും 200 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അധികം ഒട്ടും ഓയിലൊന്നും ഇല്ലാണ്ട്. ഇതിൻ്റെ മേലെ കാണുന്ന ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിലൊന്നുമല്ല. ഇതിൻ്റെ ചിക്കൻ്റെ അകത്ത് തന്നെ വരുന്ന ആ ഒരു ഓയിലാണ് ഇപ്പം നമ്മളിതിൻ്റെ മേലെ കാണുന്ന ഓയിൽ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ എനേബിൾ ചെയ്തതിൽ അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിക്കണം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം. ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.